അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈയിടെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഭൂമിക്ക് സക്കാത്തുണ്ടോ? അദ്ദേഹത്തിന് 25 സെൻറ്റ് സ്ഥലമുണ്ട്, അതിന് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് സക്കാത്ത്. സക്കാത്ത് കൃത്യമായി നിർവഹിക്കേണ്ടത് ഏതൊരു മുസ്ലിമിൻ്റെയും കടമയാണ്. സക്കാത്ത് കൊടുക്കാത്തവർക്ക് എതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം 8 വിഭാഗം വസ്തുക്കളിലാണ് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് 8 വിഭാഗം അവകാശികൾക്ക് ആണ് കൊടുക്കേണ്ടത്. ആ അവകാശികൾ 8 വിഭാഗത്തിൽ ആരാണോ നിലവിൽ ഉള്ളത്, ലഭ്യമായത്, അവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഭൂമി എന്ന നിലയിൽ സക്കാത്ത് നിർബന്ധമില്ല. ഒരാൾ ഭൂമി അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 25 സെൻറ്റോ 50 സെൻറ്റോ 1 ഏക്കർ ഭൂമിയോ ഉണ്ടെങ്കിലും സക്കാത്തില്ല. 100 ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും സക്കാത്തില്ല. എത്ര ഭൂമി ഉണ്ടെങ്കിലും അതിന് ഭൂമി എന്ന നിലയിൽ സക്കാത്തില്ല. അതേസമയം ഒരാൾ ഭൂമി കച്ചവടത്തിന് വേണ്ടി തീരുമാനിച്ചാൽ, പല സ്ഥലങ്ങളിലും അങ്ങനെ ബോർഡ് കാണാം, ഈ ഭൂമി വിൽപ്പനക്ക് എന്ന് പറഞ്ഞ ഫോൺ നമ്പറുകൾ കാണാം. അങ്ങനെ ഒരു സ്ഥലം കച്ചവടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സ്ഥലമാണെങ്കിൽ, അത് 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും ആ ഭൂമി ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കച്ചവട മുതലായി ഇരുന്നാൽ അതിന് സക്കാത്ത് വരും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി അവൻ ഉദ്ദേശിക്കുന്നത് മുതൽ ആ വസ്തു കച്ചവട ചരക്കാണ്. അപ്പോൾ കച്ചവടത്തിൻ്റെ സക്കാത്ത് അതിന് ബാധകമാണ്. ഹിജ്റ കലണ്ടർ അനുസരിച്ച് ജനുവരി ഫെബ്രുവരി എന്ന കണക്കല്ല, മുഹറം സഫർ എന്ന കണക്കനുസരിച്ച് അത് എന്നാണോ അദ്ദേഹം കച്ചവടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അന്ന് മുതൽ ഒരു വർഷക്കാലം അയാളുടെ ഉടമസ്ഥതയിൽ ആ ഭൂമി ഉണ്ടെങ്കിൽ അതിന് വിപണിയിലെ വിലയുടെ 2.5% അത് പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. സക്കാത്തിൻ്റെ അവകാശികൾക്ക് അർഹതപ്പെട്ടതാണ്, അത് നൽകേണ്ടതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. അതായത് ഭൂമി വിൽക്കാൻ വേണ്ടി വെച്ചു എന്നതുകൊണ്ട് മാത്രം അതിന് സക്കാത്ത് നിർബന്ധമാകൂല. അഥവാ നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെങ്കിൽ മാത്രമേ വിൽക്കാൻ വേണ്ടി വെക്കുമ്പോൾ അത് സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. അതേസമയം ഒരാൾക്ക് 1 ഏക്കർ ഭൂമി അനന്തരമായി ലഭിച്ചു, ബാപ്പ മരണപ്പെട്ടു, അങ്ങനെ വാപ്പാൻ്റെ സ്വത്ത് അനന്തരമായി അവന് കിട്ടിയതാണ് 1 ഏക്കർ ഭൂമി. ആ സ്ഥലം അവൻ വിൽപ്പനയ്ക്ക് വെച്ചു. എന്നാൽ ആ 1 ഏക്കർ ഭൂമി വിൽക്കാൻ വെച്ച വസ്തു ആണെങ്കിൽ പോലും അതിൽ സക്കാത്ത് നിർബന്ധമാവുകയില്ല. സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ അയാൾ പണം കൊടുത്ത് വാങ്ങിയ വസ്തു ഭൂമി ആയിരിക്കണം. അങ്ങനെയുള്ളത് മാത്രമേ കൊല്ലം തികയുമ്പോൾ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെയും അവസ്ഥ. വാഹനങ്ങൾ പല ആളുകളുടെയും കയ്യിൽ ഉണ്ടാകും, ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഉണ്ടാകും. വാഹനങ്ങളാണ് എന്ന നിലയിൽ അതിന് സക്കാത്ത് നിർബന്ധമാവുകയില്ല. അതേസമയം വാഹനം കച്ചവടത്തിന് തീരുമാനിച്ചാലോ? ചില ആളുകൾ ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്നവരുണ്ട്, യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വാഹനങ്ങൾ വിൽക്കാൻ വേണ്ടി തീരുമാനിക്കലോടുകൂടെ ആ വാഹനം അവൻ്റെ കയ്യിൽ ഒരു വർഷം പൂർണ്ണമായി നിലനിൽക്കുകയാണെങ്കിൽ 595 ഗ്രാം വെള്ളിക്കു സമാനമായ പണം എത്രയാണോ അതിന് ഈ വാഹന മൂല്യമുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതേപോലെ തന്നെയാണ് കെട്ടിടമെന്ന നിലയിൽ സക്കാത്തില്ല. പല ആളുകൾക്കും അങ്ങാടികളിൽ, ടൗണുകളിലും മറ്റൊക്കെ ആയിട്ട് വലിയ കെട്ടിടങ്ങളുണ്ടാകും. കെട്ടിടമെന്ന നിലയിൽ അതിനൊന്നും സക്കാത്തില്ല. അതും ഈ പറഞ്ഞ പോലെ വിൽക്കാൻ തീരുമാനിച്ചാൽ സക്കാത്ത് വരും. ചില ആളുകൾ വീടുകൾ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്, ഒരുപാട് വില്ലകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നവർ. അവിടെയൊക്കെ ഇത് തന്നെയാണ്, വിൽപ്പന ചരക്കുകളായി അവ മാറുകയാണ്. അതുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് മുതൽ എന്ന് ആണോ അതിന് കൊല്ലം തികയുന്നത് അന്ന് അതിൻ്റെ മൂല്യം നോക്കിയിട്ട്
നേരത്തെ പറഞ്ഞ കണക്ക് അതിനുണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. കച്ചവടത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച കയറി വരുന്നത്. ഒരാൾ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ആ കച്ചവട സ്ഥാപനം 1 വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണമെന്നാണല്ലോ. അവിടെയും സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് മുതൽ 1 വർഷം എന്നല്ല, മറിച്ച് അദ്ദേഹം ആ കച്ചവട സ്ഥാപനത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങി അയാളുടെ ഉടമസ്ഥതയിലാക്കിയതെന്നോ അന്ന് മുതൽ 1 വർഷം തികയണമെന്നാണ്. ഉദാഹരണം, ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കടയിലേക്ക്, അല്ലെങ്കിൽ സഫറിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കടയിൽ ഇദ്ദേഹം മുഹറത്തിൽ തന്നെ സാധനങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ടാകാം. സഫറിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് വരാം. അപ്പോൾ ഈ മുഹറത്തിൽ ഇദ്ദേഹം ഈ വസ്തുക്കളൊക്കെ വാങ്ങി വെച്ചത് കൊണ്ട് അടുത്ത മുഹറമാകലോടുകൂടെ ഈ വസ്തുക്കളുടെ സക്കാത്തിൻ്റെ സമയമായി. നേരത്തെ പറഞ്ഞ പോലെ 595 ഗ്രാം വെള്ളിക്ക് ഏറ്റവും മുന്തിയ വില എന്നോ ആ വില ഈ വസ്തുക്കൾ കൂട്ടി അതിൻ്റെ വിപണിയിലെ വില നോക്കുമ്പോഴുണ്ടെങ്കിൽ ആ കച്ചവട വസ്തുക്കളുടെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് അർഹരായ ആളുകളുടെ അവകാശമാണ്, കൊടുക്കുന്നവൻ്റെ ഔദാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും കൊടുത്ത് വീട്ടിയില്ല എങ്കിൽ അവൻ ആ വസ്തുവിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നത് അന്യൻ്റെ മുതൽ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. അത് അനുവദനീയമല്ല. അതേപോലെ തന്നെ സക്കാത്ത് റമളാൻ മാസത്തിൽ ആണ് കൊടുക്കേണ്ടത് എന്ന് പല ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, റമളാനുമായി സക്കാത്തിന് പ്രത്യേകിച്ച് ബന്ധമില്ല. ഫിത്ർ സക്കാത്തിന് റമളാനുമായി ബന്ധമുണ്ടെന്ന് പറയാം. കാരണം റമളാനിൻ്റെ അവസാനത്തെ പകൽ അസ്തമിക്കുന്നതോടു കൂടെയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക. അതേസമയം മറ്റു സക്കാത്തുകൾ 1 വർഷം തികയുന്നത് അതിൻ്റെ എന്നാണോ തികയുന്നത് അന്നാണ് അതിൻ്റെ സക്കാത്ത് നിർബന്ധം, ഉടനെ കൊടുക്കൽ നിർബന്ധവുമാണ്. അതേസമയം ചിലർ സക്കാത്തുകളെ മുന്തിക്കാറുണ്ട്. അഥവാ കൊടുക്കേണ്ട സമയമാകുന്നു. ഇപ്പോൾ ഷവ്വാലിലോ ദുൽഖഅദിലോ ഒക്കെ കൊടുക്കേണ്ട കൊല്ലം തികയുന്ന വസ്തുക്കൾക്ക് നേരത്തെ റമളാനിൽ തന്നെ അങ്ങ് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സക്കാത്ത് കൊടുത്താൽ വീടുമോ? വീടും. പക്ഷേ അങ്ങനെ സക്കാത്ത് നേരത്തെ മുൻകൂട്ടി കൊടുത്ത സക്കാത്തുകൾ വീടണം എങ്കിൽ അത് വാങ്ങിയ ആളുകൾ സക്കാത്ത് വാങ്ങാൻ അർഹരായ നിലയിൽ നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്തും ജീവിച്ചിരിപ്പുണ്ടാകണം. അഥവാ ഈ വ്യക്തി സക്കാത്ത് വാങ്ങിയ ശേഷം മരണപ്പെട്ടു പോയാൽ പിന്നീട് നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നിങ്ങളുടെ സക്കാത്ത് വീടുകയില്ല. അതല്ല എങ്കിൽ അദ്ദേഹം സക്കാത്ത് വാങ്ങിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അദ്ദേഹം സക്കാത്ത് വാങ്ങാൻ യോഗ്യനല്ല, മുതലാളിയാവുകയോ മറ്റു പല കാരണങ്ങളാൽ വാങ്ങാൻ യോഗ്യനല്ലാതെയായി, അങ്ങനെയായാലും സക്കാത്ത് വീടുകയില്ല. അപ്പോൾ നേരത്തെ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സക്കാത്ത് പിന്നീട് നിർബന്ധമാകുന്ന സമയത്ത് ഈ വാങ്ങിയ ആളുകൾ വാങ്ങാൻ യോഗ്യരായ നിലയിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം എന്ന് മാത്രം. സ്വർണത്തിൻ്റെ സക്കാത്തും വെള്ളിയുടെ സക്കാത്തും അത് പണമായി കൊടുത്താൽ മതിയോ, അല്ല സ്വർണത്തിൻ്റേത് സ്വർണമായും വെള്ളിയുടേത് വെള്ളിയായും കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണമായി കൊടുക്കണം, വെള്ളിയുടെ സക്കാത്ത് വെള്ളിയായി തന്നെ കൊടുക്കണം, പണമായിട്ടല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണം ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരിപ്പുണ്ടെങ്കിൽ 1 വർഷം തികഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. പല ആളുകളും ഈ ഗോൾഡ് കോയിനുകളായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ടാവും. ഉപയോഗപ്രദമല്ലാതെ സൂക്ഷിക്കപ്പെട്ട ഇത്തരം സ്വർണങ്ങൾക്കൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന മരുമകളുടെ ആഭരണങ്ങൾ ഉപയോഗിക്കാതെ അലമാരയിൽ കിടക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ സക്കാത്തിൻ്റെ അളവ് എത്തി 1 കൊല്ലം അത് സൂക്ഷിക്കപ്പെട്ടിട്ടുമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർണം ഉപയോഗിക്കാതെ 1 വർഷം സൂക്ഷിച്ചു വെച്ചു എന്നതുകൊണ്ട് മാത്രം അതിൽ സക്കാത്ത് നിർബന്ധമാവുകയില്ല. അഥവാ ഒരാൾ സ്വർണം ഉപയോഗിക്കണമെന്ന് കരുതിയാണ് വാങ്ങിയത്, നിരന്തരമായി ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇടവിട്ട സമയങ്ങളിലൊക്കെ ഉപയോഗിക്കണം എന്ന ഉദ്ദേശമുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങി വെച്ച സ്വർണമാണ്. പക്ഷേ 1 വർഷത്തിന് അത് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല, ഉപയോഗിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ 1 വർഷം തികഞ്ഞാൽ
അതിന് സക്കാത്ത് നിർബന്ധമില്ല. അതേസമയം ഉപയോഗിക്കാൻ വേണ്ടി കരുതിയിട്ട് വാങ്ങിയതല്ല, സൂക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അപ്പോൾ സക്കാത്ത് നിർബന്ധമാവുകയും ചെയ്യും. ആ സക്കാത്ത് പണമാക്കി കൊടുത്താൽ മതിയാവുകയില്ല. അത് സ്വർണത്തിൻ്റേത് സ്വർണമായി തന്നെ കൊടുക്കണം. അപ്പോൾ സ്വർണമായി കൊടുക്കുമ്പോൾ അത് വലിയ നഷ്ടമല്ലേ എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചു പോകാറുണ്ട്. ആ ചിന്തക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല, യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ട്? ഇവൻ ഭൂമി ലോകത്തേക്ക് വന്നത് ഒന്നും കൊണ്ടുവരാതെയാണ്, ഇനി ഒന്നുമില്ലാതെയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകാനുമുള്ളത്. അപ്പോൾ ഇവിടെ ഭൗതിക ലോകത്ത് അവൻ്റെ കയ്യിലുള്ളതെന്തും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവനക്ക് പാരത്രിക ലോകത്തേക്കുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്താണ്, അവൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണത്. അത് അവന് മരണാനന്തരം ഉപയോഗപ്പെടുത്താൻ, മരണാനന്തരമുള്ള അവൻ്റെ ജീവിതത്തിൽ ആ സ്വത്ത് അവന് ഉപകാരപ്പെടും. അതേസമയം അവനിവിടെ കെട്ടിപ്പൂട്ടി വെച്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത അവൻ്റെ സമ്പാദ്യങ്ങൾ അതൊരിക്കലും അവന് ഉപകാരം ചെയ്യുകയില്ല, ഉപകരിക്കുകയില്ല. മറിച്ച് അതിനു വേണ്ടി തമ്മിൽ തല്ലാനും അതിൻ്റെ പേരിൽ വഴക്കിടാനുമൊക്കെ മക്കളും അനന്തരാവകാശികളുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അത് തന്നെയും നമുക്ക് പാരത്രിക ലോകത്തേക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതേസമയം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നൽകലാണ് സക്കാത്തായും സ്വതക്കയായും ഒക്കെ നമ്മൾ നൽകുന്നത്. അത് നമ്മൾ നൽകുമ്പോൾ അത് നഷ്ടമാണെന്ന് കാണുന്നതിന് പകരം അത് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കി, സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി, ലാഭക്കച്ചവടമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് സക്കാത്തായി നൽകുവാൻ. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നതൊന്നും വെറുതെയാവുകയില്ല. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തോടെ തന്നെ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.